നിലമ്പൂര് ബൈ ഇലക്ഷൻ നടക്കുന്നതിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നിലമ്പൂരിൽ ആർക്കാണ് വിജയസാധ്യത? നിലമ്പൂരിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ചതുഷ്കോണ മത്സരം എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്ന നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ചതുഷ്കോണ മത്സരമുണ്ടോ? PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിലെ അതികായൻ, നിലവിൽ MLA ആയിരുന്ന PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ ഇടത് വലത് മുന്നണികളുടെ വിജയസാധ്യതയെ അത് ബാധിക്കുമോ? പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള കരുത്തനായ ഒരു സ്ഥാനാർത്ഥി UDFന് വേണ്ടി ജനവിധി തേടുമ്പോൾ, M സ്വരാജിനെ പോലെയുള്ള കരുത്തനായ നേതാവ് CPMന് വേണ്ടി ജനവിധി തേടുമ്പോൾ, PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ ജനകീയനായ നേതാവിന് ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തുടക്കത്തിൽ തങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞ BJPക്ക് പിന്നീട് ലാഭമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു BJPക്ക് ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും സ്വാധീനം നിലമ്പൂരിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നിലമ്പൂര് ഒരു UDFൻ്റെ മണ്ഡലമാണ് എന്നുള്ളതാണ്, UDFൻ്റെ ശക്തി കേന്ദ്രമാണ് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. CPMനെതിരായിട്ടുള്ള വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ, CPM വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു. ഇത് ഏറ്റവും പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതോടൊപ്പം നിലകൊള്ളുന്ന മലയോര പ്രദേശം ഉൾപ്പെടുന്ന നിലമ്പൂരിൽ ആ പ്രദേശത്തെ ജനങ്ങൾ വന്യജീവി ആക്രമണം ഉൾപ്പെടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ പ്രളയകാലത്തുണ്ടായ കെടുതികൾ, അതിനൊന്നും കൃത്യമായ ശാശ്വതമായ പരിഹാരം നൽകാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെ സർക്കാർ വിരുദ്ധമായ ഒരു മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ഉണ്ടെന്നും അത് നിലമ്പൂരിൽ അലയടിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇടതുപക്ഷത്തിനെതിരാണ് എല്ലാ സാഹചര്യങ്ങളും. എന്നാൽ സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിക്കാൻ കഴിയുമോ എന്ന് ഇടതുപക്ഷം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിലമ്പൂരിലെ സാഹചര്യം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അൻവർ യഥാർത്ഥത്തിൽ ക്ഷീണം ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിനാണെന്നുള്ളതാണ്. കാരണം CPM നാളിതുവരെ എല്ലാം അവിടെ മികച്ച പ്രകടനം പുറത്തെടുത്തിരിക്കുന്നത് സ്വതന്ത്രന്മാരെ കൊണ്ടാണ്. CPMന് മാത്രമായി വോട്ട് ബാങ്ക് ഇല്ലാത്ത CPMന് മാത്രമായി ശക്തമായ വോട്ട് ബാങ്ക് ഇല്ലാത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അങ്ങനെയൊക്കെ ആ നിലമ്പൂരിൽ ഒറ്റക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് അപ്രാപ്യമാണ്. അതുകൊണ്ടാണ് അൻവറിനെ പോലെയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ ഇടതുപക്ഷം നിർബന്ധിതരായത്. എന്നാൽ ഇപ്പോൾ ആ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒറ്റക്ക് മത്സരിക്കുമ്പോൾ അൻവർ പിടിക്കുന്ന പ്രധാനപ്പെട്ട വോട്ടുകളും ഇടതുപക്ഷത്തിൻ്റെതാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിലേക്ക് കടന്നു കയറും. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അൻവറിന് ലഭിച്ച ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായും സ്വരാജിന് ലഭിക്കില്ല. അതിൽ ഏറിയ കൂറും PV അൻവറിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി മണ്ഡലത്തിൽ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ CPMൻ്റെ വോട്ട് പിടിക്കുമ്പോൾ CPM അനുഭാവികളുടെ എല്ലാ കാലത്തും PV അൻവറിനെ പോലെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, മാത്യുവിനെ പോലെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവർ കൊണ്ടുവന്നിരുന്ന വോട്ടുകൾ പൂർണ്ണമായിട്ടും PV അൻവറിലേക്ക് തന്നെ ഏകീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് CPMൻ്റെ വോട്ടുകൾ മാത്രം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് UDF ശക്തമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള കൃത്യമായ ശക്തമായ വർക്ക് നിലമ്പൂരിൽ
UDF നടത്തുമ്പോൾ അതിനനുസൃതമായ ഒരു വോട്ട് ബാങ്ക് ഏകീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല. കാരണം PV അൻവറിലൂടെ കഴിഞ്ഞ തവണ നേടിയ അതേ വോട്ടുകൾ നേടാൻ ഇടതുപക്ഷത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്. സ്വതന്ത്രമാർക്കാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ മാത്രമാണ് LDFന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ഘട്ടത്തിൽ അൻവർ മത്സരിക്കുമ്പോൾ ആ സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ CPMനെതിരായിട്ടും ഗവൺമെന്റിനെതിരായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അൻവറിന് സാധിക്കുന്നു. CPMന് വേണ്ടത്ര സ്വാധീനമില്ലാത്ത മണ്ഡലമാണ്, എന്നാൽ UDFന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതെല്ലാം തന്നെയും UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് UDFനാണ്. മറ്റു പല ഈ ഗവൺമെൻറ് 10 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഇടത് ഗവൺമെൻറ്റിനെതിരായിട്ട് വിവിധ കോണുകളിൽ നിന്ന്, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമുള്ള ആളുകളെല്ലാം തന്നെയും UDFനൊപ്പം നിൽക്കുന്നു. ആ വോട്ടുകളിലൊന്നും കാര്യമായ വിള്ളൽ വീഴ്ത്താൻ PV അൻവറിന് കഴിയുന്നില്ല. തുടക്കത്തിൽ ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. PV അൻവർ ഒരുപക്ഷെ UDFന് ലഭിക്കാവുന്ന ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് സ്പ്ലിറ്റാക്കി LDFന് വിജയം സമ്മാനിക്കുമോ എന്നോ. എന്നാൽ അതല്ല സാഹചര്യം. UDFന് അനുകൂലമായി എല്ലാ വോട്ടുകളും ഏകീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർക്കാർ വിരുദ്ധ വോട്ടുകൾ, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഈ ഗവൺമെന്റിനെതിരെ 10 വർഷത്തെ പിണറായി ഗവൺമെന്റിനെതിരെ ചിന്തിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ പിന്തുണ UDF കൃത്യമായി നേടിയെടുത്തിരിക്കുന്നു. ആ വോട്ടുകളിലേക്കൊന്നും കടന്നു ചെല്ലാൻ PV അൻവറിന് കഴിയുന്നില്ല. എന്നാൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായും കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറിന് ലഭിച്ചിട്ടുള്ള വോട്ടുകളിൽ നിന്ന് തന്നെയാണ്, ആ വോട്ടിൽ നിന്ന് തന്നെയാണ് PV അൻവർ വോട്ട് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം സുനിശ്ചിതമായിരിക്കുകയാണ് നിലമ്പൂരിൽ.